ഷോൾഡർ പൊക്കാൻ പറ്റാത്ത എല്ലാ അവസ്ഥയും ഫ്രോസൺ ഷോൾഡർ തന്നെ ആവണമെന്നില്ല കേട്ടോ. അതിൽ ചിലത് കേസ് ഈ ടെൻഡൻ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റുകൾ വരാറുണ്ട്. മസിൽസിലുള്ള ടൈറ്റ്നസ്, അതായത് ഷോൾഡറിനെ പിടിച്ച് നിർത്തുന്ന ലിഗമെൻറ്റും മസിൽസും ടൈറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ ആർത്രൈറ്റിസിൻ്റെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാലൊക്കെ ഷോൾഡർ പൊക്കാൻ പറ്റാത്തുണ്ട്. പക്ഷേ സിമ്പിളായിട്ട് നീർക്കെട്ട് വന്നാൽ വരെ ഷോൾഡർ പൊക്കാൻ പറ്റാതെ വരും. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ അവസ്ഥക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഈ ഫ്രോസൺ ഷോൾഡറിന് തന്നെ പല കാരണങ്ങളുണ്ട്. പ്രമേഹം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഡയബറ്റിക് അല്ല നിങ്ങൾ? അതെ, ഡയബറ്റീസ് ഒരു വലിയൊരു റീസണാണ് ഈ ഫ്രോസൺ ഷോൾഡർ വരാൻ വേണ്ടിയിട്ട്. ഈ ഫ്രോസൺ ഷോൾഡറും ഡയബറ്റീസും വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ നേരെ ആക്കി കഴിഞ്ഞാലും വീണ്ടും അത് ഫ്രീസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഫ്രോസൺ ഷോൾഡർ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എക്സസൈസും കാര്യങ്ങളും നിർത്താൻ പറ്റില്ല. അപ്പം ഇതിൻ്റെ ടൈറ്റ്നെസ്സിന് അനുസരിച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് പറ്റുമോ ഇല്ലേ എന്നൊക്കെ പറയാൻ പറ്റും. ചിലത് നമുക്ക് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പൊക്കിയെടുക്കും, ചിലത് പക്ഷേ സമയമെടുക്കും. അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ കേസിൽ ശരിക്കും ഫ്രീസിങ് അല്ല വന്നത്, നമുക്കൊരു ആർത്രൈറ്റിസ് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. കാരണം നമുക്ക് പൊക്കുന്നതിന് വലിയ പ്രയാസമില്ല, കണ്ടോ, ഈസി ആയിട്ട് പൊക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ താഴേക്ക് ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു പ്രയാസം. അപ്പോൾ അത് ജോയിൻറ്റിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിൻ്റെ ഒരു ഡെഫിഷ്യൻസി കാരണം ഉള്ളൊരു വിഷയമാണ്. ഓക്കെ, പക്ഷേ രണ്ട് കൈ കൂട്ടി പിടിച്ചാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അത് കൂട്ടി പിടിച്ച് പൊക്കി നോക്കി, താഴ്ത്തി നോക്കി, വലിയ കുഴപ്പമുണ്ടാവും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ മെഡിക്കേഷൻ എടുത്ത സമയത്ത് തന്നെ കുറേയൊക്കെ ബെറ്റർ ആയിട്ടുണ്ടാവും. ഇത് ബെറ്റർ ആയിക്കോളൂ കേട്ടോ, ബെറ്റർ ആയിക്കോളൂ. മെഡിസിൻ തന്നെ കുറച്ച് കണ്ടിന്യൂ ചെയ്താൽ മതി. ഇതിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് റീലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ജോയിൻറ്റും ലിഗമെൻറ്റ്സും ഒക്കെ സ്ട്രെങ്ത് ആവാനും വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ആണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. അത് കുറച്ച് കണ്ടിന്യൂ ചെയ്യുന്നതിനനുസരിച്ച് ഇത് ഏകദേശം ഒരു നോർമൽ ലെവലിലേക്ക് തന്നെ വന്നോളൂ കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആണ്. കേട്ടോ, ഇങ്ങനെയുള്ള രോഗങ്ങളെ ഇന്നോ ഇന്നലെയോ ഒന്നും വന്നിട്ടുള്ളതല്ലോ, കുറച്ച് സമയമെടുത്ത് വന്നിട്ടുള്ള രോഗങ്ങളാണ്. അതായത് ഡീജനറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോ ഇന്നലെയൊന്നും വരുന്ന രോഗങ്ങൾ, ഒരുപാട് സമയങ്ങളെടുത്ത് കാലങ്ങളെടുത്ത് വന്നിട്ടുള്ള രോഗങ്ങൾ. അപ്പോൾ അത് ഇന്നോ നാളെയോ മാറണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഒരിക്കലും മെഡിസിൻ എടുക്കുന്നത്, ട്രീറ്റ്മെൻറ്റ് എടുക്കരുത്. അത് ബെറ്റർ ആവും, ഒരുപാട് ബെറ്റർ ആവും. പക്ഷെ അത് ഒരല്പം സമയം എടുക്കും. കാരണം ഡീജനറേറ്റ് ചെയ്തിട്ടുള്ള സാധനത്തിന് പരമാവധി റീജനറേറ്റ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള മെഡിസിൻ എപ്പോഴും കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടത് തന്നെയായിരിക്കും. പക്ഷെ ഇത് കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ശരീരത്തിന് വേറെ എവിടെയോ അങ്ങനത്തെ ബുദ്ധിമുട്ടും രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള മെഡിസിൻസ് എപ്പോഴും ലോങ് ടേം കഴിക്കാൻ വേണ്ടി തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു രോഗമായിട്ട് ഇതിനെ കാണാതെ ഒരു അവസ്ഥയായിട്ട് മനസ്സിലാക്കിയിട്ട് കുറച്ച് മെഡിസിൻ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ.